ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏഞ്ചൽസ് ഷെയർ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഓയിലാണ് കേട്ടോ. ഇതിന്റെ പെർഫ്യൂം നമ്മളെ കയ്യിലില്ല, അത്യാവശ്യം പ്രീമിയം ആണ്, അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 7,000 റുപ്പീസിന് അടുത്തോളം ആ ചേഞ്ചസിലാണ് ഏകദേശം പെർഫ്യൂം ഒറിജിനൽ വരുന്നത്. ഇത് ഏതിന്റെ ക്ലോൺ അയച്ചോണ്ട് നമുക്ക് ഏഞ്ചൽസ് ഷെയറിന്റെ പെർഫ്യൂമിന്റെ ക്ലോൺ അയക്കാനാണ് നമ്മള് ലതാഫന്റെ കംബ്രൻ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ഒന്ന് ബോട്ടിൽസിന്റെ ഷെയ്ഡ്, ആ ഷേപ്പ്, ആ കളറ്, ആ തീം ടോട്ടലി നമുക്ക് അങ്ങനെ പറയാം. കൂട്ടത്തിൽ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ല്, ആ ഒരു കോഫി സ്മെല്ല് ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ലതാഫന്റെ കംബ്രന്റെ ഓയിൽ ഏതാന്ന് ഒരുപാട് പ്രാവശ്യങ്ങൾ നോക്കി വന്നിരുന്നു. 1-2 കമ്പനികൾ പല വ്യത്യസ്തമായ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമുക്ക് തന്നെങ്കിലും കൂട്ടി ഒരു 80% നമുക്ക് സാമ്യമുള്ള പോലെ ഫീൽ ചെയ്തില്ല. ഈ ഒരു ഫ്രാഗ്രൻസ് എത്തിയതിനു ശേഷമാണ് എനിക്കത് അതിനോട് സാമ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാണ്. പക്ഷെ ലതാഫന്റെ കംബ്ര ഒരു ഊത് ബേസാണ്, ഇത്തിരി ഒന്നും കൂടി ഹൈപ്പ്. കോഫി ആൻഡ് ഊതാണ് കാര്യമായി നമുക്ക് കിട്ടുന്നത്. കോഫി ആണെന്ന് ചോദിച്ചാൽ വലിയ ഹൈപ്പുള്ള കോഫി ആണെങ്കിൽ നമുക്ക് പറയാനും പരിചയപ്പെടുത്താനും പറ്റാത്തൊരു ഫ്രാഗ്രൻസ് കൂടിയാണ് ലതാഫന്റെ കംബ്രന്റെ കോഫി. മീൻസ് കവ്വിങ് കൂട്ടത്തിൽ കംബ്ര രണ്ടും. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഓയിൽ നമ്മളെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു പാർട്ടി പെർഫ്യൂം ഒക്കെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താൻ പറ്റില്ല, പിന്നെ ഓഫീസ് പർപ്പസിന് പറ്റില്ല. ഇങ്ങനെ ഒരു കാറ്റഗറിക്കും കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാൽ എല്ലായിടത്തും കുറേശ്ശെ രൂപത്തിൽ അപ്ലൈ ചെയ്യാനും പരിചയപ്പെടുത്താനും പറ്റുന്ന ഒരു പെർഫ്യൂം ഓയിലും കൂടിയാണ് ഈ ഏഞ്ചൽ ഷെയർ എന്നുള്ളത്. ഈ പെർഫ്യൂം ഇത് ജെന്റ്സിന്റെ പെർഫ്യൂം ആണ്, ലേഡീസിന് പറ്റുന്നതല്ല. ഇത്തിരി ഡാർക്കാണ്. ഊത് ടച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ഓയിൽ ഇഷ്ടാവുള്ളൂ. ഇനി ലാസ്റ്റിങ്ങിന്റെ കാര്യം എന്തായാലും ഒരു 6 hourന്റെ ആ അടുത്ത് ഉറപ്പാണ്. അതിന്റെ പെർഫോമൻസോട് കൂടി ആദ്യം മുതൽ എന്റെ അവസാനം വരെ നിൽക്കുന്നുണ്ട്. ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു വാം സ്പൈസസ്, ആ ഒരു ഏലക്കായിന്റെയും കറാമ്പട്ടിന്റെയും സിനിമൺ, ഇങ്ങനത്തെ ഒരു സ്പൈസസ് ഉണ്ടല്ലോ, ആ ഒരു ഡാർക്ക് സ്പൈസസ്, ഇതാണ് നമുക്ക് ഓപ്പണിങ് നല്ലപോലെ കിട്ടുക. എന്റെ മിഡിൽ നോട്ടിൽ ചെറിയൊരു വുഡി സ്മെല്ലുണ്ട്. ഒരു സ്വീറ്റി ആൻഡ് വുഡിയാണ് മിഡിൽ നോട്ട്സിൽ കാണിക്കുന്നത്. ചെറിയതായിട്ട് ലെതർ എവിടേക്കോ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെറിയ സ്മെല്ലായിട്ട് ലെതർ. പിന്നെ കാര്യമായിട്ട് ചോക്കോ അല്ലെങ്കിൽ വാനില, ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ കോക്കോ ഷാനേ, ആ ഒരു സ്മെല്ലാണ് അതിന്റെ ബേസ് നോട്ടിൽ നമ്മൾ ഒരുപാട് സമയത്തേക്ക് കിട്ടുന്നത്. ആ ഒരു വാനില മിന്റ്, അങ്ങനത്തെ വാനില ചോക്കോ സ്മെല്ലാണ്. ഇതാണ് ഇതിന്റെ നോട്ട്സിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഓയിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് അതിന്റെ സ്മെല്ല്, പ്രൊജക്ഷൻ, ലാസ്റ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് വലിയ ബോട്ടിൽ, മീൻസ് അതിന്റെ 6 ml ബോട്ടിൽ ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതിന് 3 ml നമ്മൾ ചാർജ് ചെയ്യുന്നത് വെറും 100 രൂപ. ഷിപ്പിംഗ് ചാർജ് 60 രൂപ കേരളത്തിന്റെ ഉള്ളിലുണ്ടാവും. ലാസ്റ്റിങ്ങിന്റെ കാര്യം 6 hourന്റെ അടുത്ത് എന്തായാലും നമുക്ക് പറയാൻ കഴിയും. അതിന്റെ മുകളിൽ ഉണ്ടാവില്ല, അതിന്റെ താഴെ പറയാൻ പറ്റും. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ വീഡിയോയിൽ നമ്മൾ നമ്പർ വെക്കുന്നുണ്ട്. നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.